റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കേണ്ടതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് വിഹിതം 15 കോടി രൂപയിൽ നിന്നും 23.37 കോടി രൂപയാക്കി. കേരളത്തിലെ റെയിൽ സുരക്ഷ ലക്ഷ്യമാക്കി റെയിൽ മേൽപ്പാലങ്ങളുടെയും അടിപ്പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മുൻവർഷം 16 കോടി രൂപ ഉയരത്തിൽ നിന്നും 25 കോടി രൂപയായി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ധർമ്മടം ജില്ലയിലെ ധർമ്മടം റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിനായി 5 കോടി രൂപ ഉയർത്തുന്നു. കാലപ്പഴക്കം ചെന്ന പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 46.46 കോടി രൂപ. പട്ടികവർഗ ഉന്നതികളിലേക്കുള്ള പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 25 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന പാതകളിലെ ഓവർലേ ചെയ്യുന്നതിനുള്ള പ്രത്യേക ഡിസൈൻ പദ്ധതികൾക്കായിട്ട് 87 കോടി രൂപ വകയിരുത്തുന്നു. നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികൾക്കായിട്ട് 165 കോടി രൂപ വകയിരുത്തുന്നു. പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ തീർത്ഥാടക റോഡുകൾ വികസിപ്പിക്കുന്നതിനായി 15 കോടി രൂപ വകയിരുത്തുന്നു. തലസ്ഥാന നഗര റോഡ് വികസന പദ്ധതിയിലെ PPP ആനുറ്റി മാതൃകയിൽ മറ്റ് നഗരങ്ങളിൽ നടപ്പിൽ വരുത്താൻ ലക്ഷ്യമിടുന്ന റോഡ് നിർമ്മാണത്തിനുള്ള ആനുറ്റി പേയ്മെൻറ്റുകൾക്കായി 58.8 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSTPയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊട്ടിയം കുണ്ടറ റോഡ്, വൈപ്പിൻ മുനമ്പർ റോഡ്, പൊൻകുന്നം തൊടുപുഴ, വട്ടവട ടോപ്പ് സ്റ്റേഷൻ, മൂന്നാർ റോഡ്, കൊല്ലം ആയൂർ, കായംകുളം തിരുവല്ല KP റോഡ്, അടൂർ തൃക്കുന്നമ്പുഴ, തട്ടാരമ്പലം, പന്തളം കൈപ്പൊട്ടൂർ റോഡ്, പുനലൂർ കോന്നി റോഡ്, കോന്നി പ്ലാച്ചേരി റോഡ്, പ്ലാച്ചേരി പൊൻകുന്നം റോഡ്, സേഫ് കോറിഡോർ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ്, കഴക്കൂട്ടം അടൂർ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ്, പൈനാവ് താന്നിക്കണ്ടം, അശോകവല, അടൂർ ചെങ്ങന്നൂർ എന്നീ റോഡുകൾ വികസിപ്പിക്കുന്നതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് 21.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന പാതകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ പൂർത്തീകരണം, സംരക്ഷണ പ്രവർത്തനങ്ങൾ, ട്രാഫിക് സേഫ്റ്റി ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ മുതലായി 41 കോടി രൂപ വകയിരുത്തുന്നു. നബാർഡ് വായ്പാധനത്തിലൂടെ പാലങ്ങളും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് 95 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര റോഡ് ആക്ട് 2000 പ്രകാരം സംസ്ഥാന പാതകളുടെ നവീകരണത്തിനായി കേന്ദ്ര റോഡ് ഫണ്ട് വിഹിതമായി 62 കോടി രൂപ വകയിരുത്തുന്നു. സർ, കട്ടപ്പന മുതൽ തേനി വരെ മലയോര പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇത്തരമൊരു തുരങ്കപാത വരുന്നതോടുകൂടി 20 കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. കട്ടപ്പന തേനി തുരങ്കപാത. റോഡ് ഗതാഗതം 2026-27 സാമ്പത്തിക വർഷത്തിലെ ഈ മേഖലയ്ക്കുള്ള വിഹിതം മുൻവർഷത്തെ 194.84 കോടിയിൽ നിന്നും 222.1 കോടിയായി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ KSRTCക്ക് 185.72 കോടി രൂപയും മോട്ടോർ വാഹന വകുപ്പിന് 38.38 കോടി രൂപയും തിരുവനന്തപുരത്തെ ശ്രീ തിരുനാൾ കോളേജിന് 4 കോടി രൂപ ഉൾപ്പെടുന്നു.